പ്രൈസ് ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഈ ദിവസക്കാലം നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിന്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ഒരു വചനം യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 1-ാം വാക്യവും 6-ാം വാക്യവും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് പോയി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ആമേൻ, സ്തോത്രം. അതിന്റെ 6-ാം വാക്യം, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ആമേൻ, സ്തോത്രം. ഈ രണ്ട് വചനങ്ങൾ കൂടെ ഈ യോഹന്നാൻ 14-ാം അധ്യായത്തിന്റെ 2 ഭാഗങ്ങളിൽ പറയുന്ന 2 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. അതിനകത്ത് 1-ാം അധ്യായത്തിൽ പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ആ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് അടുത്തത് പറയുന്നത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. യേശു കർത്താവ് പറയുകയാണ്, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയം കലങ്ങിയിരിക്കുകയാണോ? നമ്മൾ ഹൃദയത്തിനകത്തെ കലക്കമുണ്ടെങ്കിൽ നമ്മൾ ഒന്നേ ഉള്ളൂ ചെയ്യാൻ, ദൈവത്തിൽ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുക. നമ്മൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും, യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് ദിവസങ്ങളിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങത്തുമില്ല, അല്ലെ? ഹൃദയം കലങ്ങാതിരിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു വിശ്വാസം വേണം. ആരില? യേശുവിൽ ഒരു വിശ്വാസം വേണം. ദിവസങ്ങളിൽ നമ്മുടെ വിഷയത്തിനകത്ത് നമ്മൾ ഭാരപ്പെടുന്ന ഏത് വിഷയമായാലും അതിനകത്തൊരു മറുപടി തരുമെന്നും, അല്ലെ, നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാതെ വേണം നമ്മൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമെന്നും വിശ്വസിക്കുന്നു എങ്കിൽ നമ്മുടെ ഹൃദയം കലങ്ങാനോ നമ്മൾ ഭാരത്തിലേക്ക് കടക്കുവാനോ അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന ഭാരത്തിനകത്തു നിന്നൊരു ആശ്വാസം ലഭിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ആഴത്തിലൊരു വിശ്വാസം വേണം. യേശു നമ്മളെ വിടുവിക്കും, യേശു എന്നെ കൈപിടിച്ച് നടത്തും എന്നൊരു വിശ്വാസം ഈ ദിവസങ്ങളിൽ ഹൃദയത്തിനകത്ത് ആഴത്തിലുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം കലങ്ങുന്ന അവസ്ഥയിലും, അല്ലെ, അതിനകത്ത് പതറിപ്പോകാതെ വേണം. കർത്താവ് നമ്മളോട് പറഞ്ഞെന്താ? ഹൃദയം കലങ്ങി പോകരുതെന്ന്, അല്ലെ? നമ്മുടെ ഹൃദയം കലങ്ങി പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ ഒരു കംപ്ലീറ്റ്ലി ഒരു വിശ്വാസം വേണം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കയറി വരുമ്പോൾ, അല്ലെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളായിരിക്കും നമ്മൾ പല പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യുന്നത്. പക്ഷെ ആ പ്രശ്നങ്ങളുടെ അകത്ത് എന്താണ്? നമ്മുടെ ഹൃദയം കലങ്ങി പോകാതെ നമ്മൾ ഭാരപ്പെട്ട് തകർന്നു പോകാതിരിക്കണമെങ്കിൽ ദൈവത്തിൽ കംപ്ലീറ്റ് ആയിട്ടൊരു വിശ്വാസം നമുക്ക് വേണം. ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറ്റുന്നത്? കർത്താവ് എന്നെ വിടുവിക്കും. ഏത് സാഹചര്യത്തിൽ കൂടെ, ഏത് പ്രയാസമായിക്കോട്ടെ, നമ്മളെ കൊണ്ട് നമ്മൾ മാനുഷ്യമാകുന്ന രീതി നമ്മളെ കൊണ്ട് അത് കടക്കാൻ വയ്യാത്ത പ്രതിസന്ധി ആയിരിക്കാം. പക്ഷെ ആ പ്രതിസന്ധിയിലും ദൈവത്തിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. നമ്മൾ ആ പ്രശ്നത്തിൽ വീണു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഒരു പക്ഷേ പ്രശ്നത്തിൽ കൂടെ ആയിരിക്കാം നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ അതിനകത്ത് നിന്ന് കരം പിടിച്ച് കയറ്റുവാൻ, അല്ലെ, വിശ്വസ്തനായ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഈ ദിവസങ്ങളിൽ വേണം. നമ്മുടെ പ്രതിസന്ധികൾ വലുതാണ്, ഒരു മനുഷ്യനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതല്ല, അല്ലെ, നമ്മൾക്ക് പണം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കില്ല വിഷയം. പക്ഷേ നമ്മൾ ഒന്നേ ഉള്ളൂ, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക. എന്റെ കർത്താവ് എന്നെ വിടുവിക്കും, എന്റെ യേശു കർത്താവ് എന്റെ കൂടെയുണ്ട്, എന്നോട് പറഞ്ഞിട്ട് പോയതാണ്, അല്ലെ, എന്നിൽ വിശ്വസിക്ക്, ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല എന്ന് എന്നോട് പറഞ്ഞിട്ട് പോയ യേശു കർത്താവില് കംപ്ലീറ്റ് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സംശയം കൂടാതെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ എന്താ? അയ്യോ, എന്നെ വിടുവിക്കുവോ? അങ്ങനെ ഒരു ദൈവമുണ്ടോ? അല്ലെങ്കിൽ പറയുന്നതൊക്കെ സത്യമാണോ? ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് എല്ലാം സത്യമാണോ എന്നുള്ളൊരു അവിശ്വാസം ഹൃദയത്തിൽ വരുന്നത്. നമ്മളോട് ദൈവം പറഞ്ഞു എന്നിൽ വിശ്വസിക്കാൻ. പിന്നെ അതിനകത്തൊരു ഡൗട്ട് വേണ്ട, അല്ലെ, സംശയം കൂടാതെ ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ദിവസങ്ങൾ ഒരു അത്ഭുതം ചെയ്യും. നിങ്ങൾ കടന്നു പോകുന്ന ഏത് സാഹചര്യമോ ആയിക്കോട്ടെ, അതിനകത്ത് വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വിഷയമായാലും, അല്ലെ, മനുഷ്യന് പരിഹരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആ വിഷയത്തിനകത്ത് ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ കർത്താവ് നിങ്ങളുടെ അടുക്കൽ വരും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. വിശ്വസിക്കാൻ തയ്യാറാണോ? യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കരം നിങ്ങളുടെ കൂടെയുണ്ട്, അല്ലെ? യേശുവിൽ വിശ്വസിക്കാമെങ്കിൽ ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളുടെ ഹൃദയം കംപ്ലീറ്റ്ലി കർത്താവിന്റെ കയ്യിൽ
കയ്യിലിട്ടൊന്ന് കൊടുക്കാമോ? വിശ്വാസത്തോടെ, കർത്താവെ, യേശു കർത്താവെ, അങ്ങ് ഞങ്ങളെ വിടുവിക്കുന്ന ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, ഏത് പ്രതിസന്ധി വന്നാലും ഞങ്ങൾ തളരത്തില്ല. ഞങ്ങൾക്കൊന്നറിയാം, ഞങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവം ഞങ്ങളോട് കൂടെയുണ്ടെന്ന്. ഈ ദിവസങ്ങളിൽ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ കൂടെ വന്നിരുന്ന്, അടുത്തു വന്നിരുന്ന്, നിങ്ങളുടെ ഏത് പ്രതിസന്ധിയാലും കലങ്ങുന്ന വിഷയമായാലും അതിനകത്ത് നിങ്ങളെ കരം പിടിച്ചപ്പുറം കൊണ്ടുവരാൻ കർത്താവിന് കഴിയുമെന്ന് ഈ വചനത്തിൽ കൂടെ നിങ്ങളോട് കൃത്യമായി സംസാരിക്കുകയാണ്. അതിനകത്ത് 6-ാം വാക്യത്തിൽ പറയുകയാണ് യേശു അവരോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അല്ലെ, നമുക്ക് പിതാവായ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലണമെങ്കിൽ യേശുവിലൂടെ അല്ലാതൊരു മാർഗം നമുക്കില്ല. അല്ലെ, വേറൊരു വ്യക്തി ഒരു മുഖാന്തരമായി അതിന്റെ നടുവിൽ നിൽക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ അടുത്ത് എത്തണം, അല്ലെ, ദൈവത്തിന്റെ അടുത്ത് ചെല്ലണമെങ്കിൽ ഒരേ ഒരു മുഖാന്തരം, അത് യേശു ക്രിസ്തു മാത്രമാണ്. അല്ലെ, അതിനിടയ്ക്ക് ഒരു വ്യക്തികളും അതിനിടയ്ക്ക് വരുന്നില്ല, ആരുമില്ല. യേശുവാണ് നമുക്ക് ദൈവത്തിന്റെ അടുത്ത് എത്താൻ ഒരു മാർഗവും വഴിയും സത്യവും ജീവനുമാകുന്നു. അല്ലെ, നമ്മുടെ വഴി ഏതാ? ആരെങ്കിലും കാണിച്ചു തരുന്ന വഴിയാണോ? അല്ലെങ്കിൽ ഒരു മനുഷ്യനാണോ? അല്ല, വഴി എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവാണ്. അല്ലെ, അതിനകത്ത് സത്യം എന്താണ്? അത് യേശു ക്രിസ്തുവാണ്. നമ്മുടെ ജീവൻ എന്താണ്? അതും യേശു ക്രിസ്തുവാണ്. ഈ ദിവസങ്ങളിൽ യേശുവിലൊന്ന് വിശ്വസിക്കാമോ? കംപ്ലീറ്റ്ലി ഒരു വിശ്വാസം കൊടുക്കാമോ? നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരത്ഭുതം നിങ്ങൾ കാണും. അല്ലെ, ദൈവത്തിന്റെ അടുത്തെത്താൻ മറ്റൊരു മാർഗവുമില്ല. ആരെയും മുഖാന്തരമായിട്ട് വെക്കണ്ട. നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അതിനകത്ത് ശ്രേഷ്ഠരെന്ന് കരുതപ്പെടുന്ന ഒരു വ്യക്തി ജീവിതമോ അല്ലെങ്കിൽ ആരെങ്കിലും മാതൃകയായി കാണിച്ചത് ഇന്ന ആള് മുഖേനെ ദൈവത്തിൽ എത്താൻ പറ്റുമെന്ന് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതല്ല. കർത്താവിങ്കിൽ എത്താൻ നമുക്കൊരൊറ്റ മാർഗമേ, അല്ല, ദൈവത്തിന്റെ അടുത്ത്, പിതാവായ ദൈവത്തിന്റെ അടുത്ത് എത്താൻ നമുക്കൊരൊറ്റ മാർഗമേ ഉള്ളത് യേശു ക്രിസ്തുവാണ്. യേശുവാണ് ദൈവമെന്ന് ഈ ദിവസങ്ങളെ കംപ്ലീറ്റ്ലി നിങ്ങൾ വിശ്വസിക്കാമോ? ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുക. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കലങ്ങിപ്പോകാതെ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് യേശു കർത്താവ് നിങ്ങളെ അത്ഭുതകരമായി വിടുവിക്കുമെന്ന് ഈ വചനങ്ങളാൽ നിങ്ങളെ ഉറപ്പിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ കേൾക്കുന്ന ഈ ശബ്ദം നിങ്ങൾ ആഴത്തിലൊന്ന് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തോട് ഇടപെടുന്നൊരു, അല്ല, നിങ്ങൾ കേൾക്കുന്നൊരു ശബ്ദം ഈ ദിവസങ്ങളിൽ നിങ്ങളെ ബലപ്പെടുത്തും. അത് യേശു ക്രിസ്തുവിന്റെ ശബ്ദമാണ്. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം ചെയ്യും. ഈ വചനങ്ങളാൽ നിങ്ങൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.